പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരിക, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുക, ഞങ്ങളുടെ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കുക. പെന്തക്കോസ്ത തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറ്റവും സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു. പെന്തക്കോസ്ത എന്നാൽ 50-ാം ദിനമെന്ന് അർത്ഥം. പെസഹ തിരുനാളിനു ശേഷം 7 ആഴ്ചകൾ, 49 ദിനങ്ങൾ. ആ ദിനങ്ങൾക്ക് ശേഷം 50-ാം ദിനം കൊയ്ത്തുത്സവം. ആ ദിനം ദൈവത്തിന് മുമ്പിൽ നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യ ഫലങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആ ഉത്സവത്തിന് അവർ വായിക്കുന്നത് നിയമത്തിൻ്റെ ഗ്രന്ഥം തോറ, അതിനുശേഷം റൂത്തിൻ്റെ പുസ്തകം, ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടുള്ള സങ്കീർത്തനങ്ങൾ. ഈ ഒരു ദിനത്തെയാണ് പെന്തക്കോസ്ത തിരുനാൾ എന്ന് പറയുന്നത്. കൊയ്ത്തുത്സവത്തിൻ്റെ ഈ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ തമ്പുരാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഭയപ്പാടോടുകൂടി സെഹിയോൻ മാളികയിൽ ധ്യാനിച്ചിരുന്ന ശിഷ്യന്മാർ, പരിശുദ്ധ അമ്മയും കൂടെയുണ്ട്. അവരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നിനാവായി പെയ്തിറങ്ങിയ ദിനം, അവരുടെ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കുകയും ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും അവരുടെ കാലുകൾക്ക് ചിറകുകൾ കൊടുക്കുകയും ചെയ്ത ദിനം, ഹൃദയത്തിൽ കനൽ കൊടുത്ത ദിനം, അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച ദിനം, ഭീരുക്കളായിരുന്നവർക്ക് ധൈര്യം പകർന്ന ദിനം. അവിടെ പത്രോസ് തൻ്റെ നാഥനായ ക്രിസ്തുവിനെ കുറിച്ച് ആ ജനത്തിൻ്റെ മുമ്പിൽ അവർ സധൈര്യം പ്രഘോഷിച്ച ദിനം. ബാബേൽ ഗോപുരത്തിൻ്റെ തകർച്ചയോടുകൂടി ചിതറിക്കപ്പെട്ട ഭാഷകൾ ഒന്നായി ചേർന്ന ദിനം. ആ ഒറ്റ ഭാഷയുടെ സംഗീതത്തിൽ അവർ കേട്ടത് ക്രിസ്തുവിനെക്കുറിച്ച്, ഉദ്യതനായ ക്രിസ്തുവിനെക്കുറിച്ച്. ഈ ഒരു പെസഹ കാലത്തിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെയാണ് സഭ ആരംഭിക്കുന്നത്. ഇവിടെയാണ് ദൗത്യത്തിൻ്റെ കനൽ സഭ ഏറ്റെടുക്കുന്നത്. ആ ദൗത്യത്തിൻ്റെ പ്രഘോഷണം ആരംഭിക്കുന്നത്. സഭ തൻ്റെ നാഥൻ്റെ വാക്കുകൾക്കനുസരിച്ച് ഇന്നേ വരെ പറയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ധൈര്യപൂർവമായ പ്രഘോഷണത്തിൻ്റെ ആരംഭവും തുടർച്ചയും കുറിക്കുന്നത് ഈ പെസഹ ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ മൂർധന്യത്തിലെത്തിയ പെന്തക്കോസ്ത തിരുനാളിലാണ്. പെന്തക്കോസ്ത അനുഭവം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് വന്നു നിറയുന്ന അനുഭവമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറയുമ്പോൾ അഗ്നിനാവായി ഭീരുക്കളായവർക്ക് ധൈര്യം പകർന്ന്, ദൗത്യം പകർന്ന്, അവർ തങ്ങളുടെ സാക്ഷ്യത്തെ, തമ്പുരാൻ്റെ കുറിച്ചുള്ള സാക്ഷ്യത്തെ തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുടെ മുമ്പിൽ പറഞ്ഞു തുടങ്ങിയ ആ ദിവസമാണ്. നമ്മുടെയൊക്കെ സഭയുടെ മക്കളെന്ന നിലയിൽ നമ്മുടെയൊക്കെ ആനന്ദത്തിൻ്റെ പെന്തക്കോസ്ത. ഇത് വാരങ്ങളുടെ ആഘോഷം, വാരങ്ങളുടെ തിരുനാൾ എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഒന്നാമതായി ഇത് വരങ്ങളുടെ തിരുനാളാണ്. ഇത് വാരങ്ങളുടെ തിരുനാളിനും അപ്പുറം വരങ്ങളുടെ തിരുനാളായി മാറുന്നു. പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, ഒരേ സഭാഗാത്രത്തിൽ നമുക്ക് വിവിധങ്ങളായ വരങ്ങൾ തമ്പുരാൻ തന്നിരിക്കുന്നു. അതെല്ലാം ദൈവ നന്മയ്ക്ക്, പൊതു നന്മയ്ക്ക് ഒക്കെയുമായി ഉപകരിക്കത്തക്ക വിധത്തിൽ മനുഷ്യരുടെ നന്മയ്ക്കായി നിന്റെ ജീവിതത്തെ മാറ്റുവാനായി വരങ്ങളുടെ ആഘോഷമാണ് പെന്തക്കോസ്ത തിരുനാൾ. അതുകൊണ്ട് തന്നെ ഈ ദിനം ദൈവം നമുക്ക് നൽകിയ വരങ്ങൾക്ക്, ആ വരത്തിൻ്റെ മഴപ്പെയ്ത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അത് ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കൊയ്ത്തുത്സവമാണ്, വരങ്ങളുടെ ഉത്സവം. നിനക്ക് ദൈവം തന്നിരിക്കുന്ന വരങ്ങൾ എന്തൊക്കെയാണ് എന്ന് തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ആ ധ്യാനത്തിൽ കനലുകൊണ്ട് പൊള്ളിക്കുന്നത് പോലെ ആ വരം, കനലുകൊണ്ട് പൊള്ളിച്ച ആ വരം നിനക്ക് നിന്റെ ദൗത്യത്തിലേക്ക് എങ്ങനെ ഉപകരിക്കാമെന്ന് ട്രാൻസ്ഫോം ചെയ്യുന്ന ദിവസമാണ് പെന്തക്കോസ്ത തിരുനാൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വാരങ്ങളുടെ ആഘോഷങ്ങൾക്കപ്പുറത്ത്, ആഴ്ചകളുടെ ആഘോഷങ്ങൾക്കപ്പുറത്ത് ഇത് വരങ്ങളുടെ ആഘോഷമാണ്, തിരുനാളാണ്. ലഭിച്ച വരങ്ങളെക്കുറിച്ച് മനുഷ്യകുലത്തിന് ഈ മണ്ണിൽ ദൈവത്തിൻ്റെ വരപ്രസാദത്തിൽ ഏറ്റവും വലിയ വരം എന്താണ്? അത് പരിശുദ്ധാത്മാവാണ്. സീനായ് മലയിൽ വെച്ച് അവൻ തോറ കൊടുത്തു, നിയമങ്ങൾ കൊടുത്തു. അപ്പോൾ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ അവൻ ആജ്ഞാപിച്ചു. അത് ജനത്തിൻ്റെ അത്യാവശ്യമായ കാര്യമായിരുന്നു നിയമസംഹിത. പക്ഷേ ഇന്ന് ഈ പെന്തക്കോസ്ത തിരുനാളിൽ സീനായ് മലയിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ കൽപ്പനകൾ കൊടുത്ത ദൈവം
കൽപ്പനകൾ പാലിക്കാൻ ഒരു സഹായകനെ അയക്കാമെന്ന വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായി ഈ പെന്തക്കോസ്താ ദിനം മാറുന്നു. നീ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ, അത് ദൗത്യത്തിലേക്ക് കനലായി പടർത്താൻ ഒക്കെ ഒരുങ്ങുമ്പോൾ സഹായിക്കുവാൻ നിന്റെ അരികിലായി ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് സത്യാത്മാവ്. സഹായിക്കുവാൻ കടന്നു വരുന്ന ഈ ദൈവാത്മാവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് പെന്തക്കോസ്താ. സൃഷ്ടിയുടെ ആരംഭത്തിൽ ജലത്തിനു മീതെ വ്യാപരിച്ച ആത്മാവ്, മനുഷ്യൻ മണ്ണും പൊടിയുമായിരുന്നവനെ മെനഞ്ഞെടുത്ത ദൈവം, അവൻ്റെ നാസരന്ധ്രങ്ങളിലേക്ക് ഊതി ശ്വാസം കൊടുത്ത ദൈവം, അതേ ദൈവം ഇതാ സെഹിയോൻ മാളികയിൽ ശിഷ്യന്മാരുടെ മേലെ ആത്മാവിനെ വർഷിച്ചവൻ അവരുടെ മേലെ ഊതിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പറയുക. സുവിശേഷം പറയാനുള്ള ദൗത്യം ഊതി അവരുടെ ഉള്ളിലേക്ക് അഗ്നിയായി കനലായി കൊടുത്ത ദിവസമാണ് പെന്തക്കോസ്താ ദിനം. അതുകൊണ്ട് തന്നെ ഈ ദിനം ദൗത്യത്തിൻ്റെ കനലേറ്റുവാങ്ങാൻ, കരളിൽ കനലുള്ള മനുഷ്യരായി മാറുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. കാലിൽ ചിറകുള്ള മനുഷ്യരായി പറക്കാൻ ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. കണ്ണിലൊരൽപ്പം കരുണയോടുകൂടി ഇടപെടുവാനായി ദൈവം നമ്മെ ക്ഷണിക്കുന്നു. പെന്തക്കോസ്താ തിരുനാളിൽ സഫലമാകുന്നത് ഒരു മുൾച്ചെടിയുടെ സ്വപ്നമാണ്. മുൾച്ചെടിക്ക് ഒരു പുരാവൃത്തമുണ്ട്. ആ മുൾച്ചെടിയുടെ പുരാവൃത്തം ഇങ്ങനെ: സ്വർഗ സൗഭാഗ്യങ്ങളിൽ അഭിരമിച്ചിരുന്ന ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ശാപവാക്കുകൾ ഉരുവിട്ട തമ്പുരാൻ പറഞ്ഞു, മണ്ണ് മുൾച്ചെടികൾ മുളപ്പിക്കട്ടെ. ഈ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. ഈ ഭൂമിയിൽ മുൾച്ചെടികൾ ഉണ്ടായി. ആ മുൾച്ചെടികൾക്ക് ഒരു സ്വപ്നമുണ്ടാകാൻ സാധ്യത ആദ്യം ആരംഭിക്കുന്നത് അബ്രഹാം തൻ്റെ ഇസഹാക്ക് എന്ന പുത്രന് ബലി കൊടുക്കാനായി മോറിയ മലമുകളിൽ ചെന്നപ്പോൾ അവിടെ ഇസഹാക്കിനു പകരം ഒരു കുഞ്ഞാട് ഉടക്കിക്കിടന്നത് ഈ മുൾച്ചെടിയിലാണ്. ആ മുൾപ്പടർപ്പിൽ കിടന്ന ഇസഹാക്കിന് പകരമുള്ള കുഞ്ഞാടിനെ ബലിയർപ്പിച്ചിട്ടാണ് അബ്രഹാം ആ മലയ്ക്ക് താഴേക്ക് വരുന്നത്. ആ മുൾച്ചെടിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. മോശ യത്രോ എന്ന അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് സിനായ് മലയുടെ അടിയിലായിരിക്കുമ്പോൾ അവൻ കാണുന്നു മുൾച്ചെടി പടർപ്പിൽ, എരിയാതെരിയുന്ന ഈ മുൾപടർപ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. ചെരുപ്പഴിച്ചു വെക്കാൻ പറഞ്ഞു. അവൻ അവിടെ നിന്നു. ദൈവം തന്നെ വെളിപ്പെടുത്തി, ഞാൻ ആകുന്നവനാകുന്നു. ആ മുൾപടർപ്പിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ മുൾപടർപ്പിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ദിനമാണ് പെന്തക്കോസ്താ ദിനം. ദാ എരിയാതെരിയുന്ന അഗ്നിയായി, തീയായി മുൾപടർപ്പിൽ നിന്ന ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ആത്മാവ് മുൾപടർപ്പിനുള്ളിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറിയ യേശു മുൾമുടി ധരിച്ചു നിന്ന അതേ മുൾമുടിക്ക് സ്വപ്നമുണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ തലമുകളിൽ ശാപത്തിൻ്റെ മുൾമുടിയായിരുന്ന, ശാപത്തിൻ്റെ ചെടിയായിരുന്ന ആ പടർപ്പിന് ദൈവപുത്രൻ്റെ തലയിൽ മുൾമുടിയായി മാറിയപ്പോഴും സ്വപ്നമുണ്ടായിരുന്നു, ഒരു മഹത്വത്തിൻ്റെ കിരീടം. ഈ മുൾപടർപ്പുകൾക്കിടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് മുൾച്ചെടികൾക്കിടയിൽ അതിനെ എരിയാതിരിക്കുന്ന ആ അഗ്നി നാവായി ഇന്ന് ശിഷ്യന്മാരുടെ തലമുകളിൽ, അവരുടെ ഹൃദയത്തിൽ കനലായി മാറിയപ്പോഴാണ്. ശാപമൊക്കെ മാറി വിടുതലിൻ്റെ, വിമോചനത്തിൻ്റെ അനുഭവങ്ങൾ ഇതാ യാഥാർത്ഥ്യമാകുന്നുവെന്ന സന്ദേശം പകരാൻ നിങ്ങളെ ഞങ്ങൾ അയക്കുന്നു. നിങ്ങളുടെ തലമുകളിലെ കിരീടം എന്താണ്? ആ മുൾപടർപ്പിനുള്ളിൽ എരിയാതെരിഞ്ഞ ആ തീ നിങ്ങളുടെ തലമുകളിൽ അഗ്നിനാവായി തെളിഞ്ഞു നിൽക്കുന്നു. ഈ നാവ് നമ്മൾക്ക് വേണ്ടി സംസാരിക്കും, സഹായകനായി. ഏത് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും, ഏത് സങ്കടങ്ങളുടെ കാലഘട്ടത്തിലും, ഏത് അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിലും, ഏത് ശാപത്തിൻ്റെ കാലഘട്ടത്തിലും നിനക്ക് അനുഗ്രഹത്തിൻ്റെ കിരീടമായി ഈ ദൈവാത്മാവിൻ്റെ അഗ്നികിരീടം തലമുകളിലുണ്ട്. ഈ അഗ്നികിരീടം നമുക്ക് ഒരു സാക്ഷ്യമായി എന്നും നിൽക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിൽ നീ കിരീടം ധരിച്ച് നിൽക്കുവാൻ തമ്പുരാൻ സഹായിക്കുവാൻ അയച്ച ഈ സത്യാത്മാവെന്ന കിരീടം, ആ കിരീടം, അഗ്നികിരീടം നമ്മുടെ തലമുകളിൽ ഉണ്ടോ എന്ന് ധ്യാനിക്കേണ്ട ദിവസമാണ് പെന്തക്കോസ്താ ദിനം. ഒന്ന് കണ്ണടച്ച്. കാരുണ്യവാനായ ദൈവമേ,
പെന്തക്കോസ്താ ദിനത്തിൽ ആത്മാവ് ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്നതിനെ സ്വപ്നം കാണുവാൻ ഒരു മുൾപ്പടർപ്പ് പോലെ ഞങ്ങളും സ്വപ്നം കാണുന്നു. ഞങ്ങളുടെ തമ്പുരാൻ, മുൾമുടി അണിഞ്ഞവൻ, ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്ത സത്യാത്മാവ്, മുൾപ്പടർപ്പിൽ പടർന്ന അതേ അഗ്നി ഞങ്ങളുടെ തലമുകളിലും ജ്വലിച്ചു നിൽക്കുവാൻ, കണ്ണിൽ കനവും കരളിൽ കനലും കാലിൽ ചിറകുമുള്ള ക്രിസ്തു ശിഷ്യരായി മാറുവാൻ, അവർ ധൈര്യം പ്രാപിച്ചതുപോലെ, ദൗത്യം ഏറ്റെടുത്തതുപോലെ ഞങ്ങൾക്കും ദൗത്യത്തിൻ്റെ കനൽ ഏറ്റെടുത്തുക. അങ്ങയുടെ ശക്തി, അങ്ങയുടെ ശ്വാസം ഞങ്ങളിലേക്ക് നിശ്വസിക്കണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരിക. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുക, ഞങ്ങളുടെ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കുക. വചനജായ 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 വചനജായ